ഹായ് ഫ്രണ്ട്സ്, കുവൈറ്റ് മച്ചാർമാർ ചാനലിലേക്ക് സ്വാഗതം. വീണ്ടും വന്നിരിക്കുന്നത് ഒരു അൺബോക്സിങ് വീഡിയോവുമായിട്ടാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ സാംസങ്ങിൻ്റെ ഫോണ്, അതായത് S22 നമ്മൾ അൾട്ര നമ്മൾ അൺബോക്സ് ചെയ്തായിരുന്നു, വീഡിയോസ് ഇട്ടായിരുന്നു. അതിന് നിങ്ങൾ തന്ന സ്വീകരണത്തിന് വളരെ നന്ദി. പലവരും പല കമൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ കഴിയുന്ന വിധത്തിൽ ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഹെഡ്സെറ്റിന്, ഒരു ബഡ്സിനെ കുറിച്ച് പറയാനാണ്. തരൂ. ഇതാണ് JBLന്റെ 230NC ലേറ്റസ്റ്റ് ഒരു ഇയർപോഡാണ്, ഹെഡ്ഫോൺസ് ആണ്. ഇതിൽ ഒത്തിരി നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഹെഡ്ഫോണാണ്. അതിൻ്റെ ഒരു ഫ്രണ്ട് വാങ്ങിയായിരുന്നു, അതിന് ശേഷമാണ് ഞാനിത് വാങ്ങുന്നത്. ഇത് ആക്ച്വലി ഞാൻ വാങ്ങിയത് ഇന്ത്യയിൽ നിന്നാണ്, നമ്മുടെ ആമസോൺ വഴിയാണ് വാങ്ങിയത്. ഇത് കഴിഞ്ഞ ദിവസമാണ് എൻ്റെ കയ്യിലെത്തിയത്. ഇനി ഇതിൽ ഉള്ള ഫീച്ചേഴ്സിനെ കുറിച്ച് പറഞ്ഞുതരാം. ഒന്ന്, ആക്റ്റീവ് വോയിസ് ക്യാൻസലേഷൻ ഉണ്ട്, നോയ്സ് ക്യാൻസലേഷൻ ഉണ്ട്. അപ്പോൾ ഇത് വെച്ച് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ പുറത്തുനിന്നുള്ള ഡിസ്റ്റർബൻസോ കാര്യങ്ങളോ നമുക്ക് അധികമായിട്ട് അകത്ത് ലഭിക്കില്ല. അത് വളരെയധികം പെർഫെക്റ്റ് ആണ്. JBLൻ്റെ വളരെ നല്ലൊരു ഫീച്ചറാണ്. ഇനി ഇതിൽ 40 hours ആണ് നമുക്ക് പ്ലേ ടൈം പറയുന്നത്. ഇത് 40 hours കണ്ടിന്യൂസ്ലി നമുക്ക് പ്ലേ അവേഴ്സ് കിട്ടും. അതും എൻ്റെ സുഹൃത്ത് യൂസ് ചെയ്തായിരുന്നു. പുള്ളി പറഞ്ഞായിരുന്നു ആക്ച്വലി നല്ല ലാസ്റ്റിംഗ് ആണ് ഇതിൻ്റെ ബാറ്ററി. ഇനി നമ്മളിത് നോക്കുവാണെങ്കിൽ ഓൾമോസ്റ്റ് 10 to 30 hours അതിൻ്റെ നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു ക്യാരി കേസ് ഉണ്ട്, ചാർജിങ് കേസ് ഉണ്ട്, അതിന് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മിനിമം ഒരാഴ്ചയൊക്കെ നമുക്ക് അധികം ബുദ്ധിമുട്ടില്ലാതെ തന്നെ യൂസ് ചെയ്യാൻ പറ്റും. ഇനി ഉള്ള ഒരു ഫീച്ചർ, ഇതിൽ ഏകദേശം 4 മൈക്ക് ഉണ്ട്. അതായത് ഓരോ പെയറിലും ഇത് 2 മൈക്ക് വീതമുണ്ട്. അപ്പോൾ നമുക്കൊരു വോയിസ് കോളൊക്കെ എടുക്കുമ്പോൾ വളരെ പെർഫെക്റ്റ് ആയിട്ട് വോയിസ് കേൾക്കാൻ സാധിക്കും അപ്പുറത്ത്. സാധാരണ ഇതിൽ ഈ ഇയർബഡ്സിൻ്റെയും കാര്യങ്ങളൊക്കെ പ്രശ്നം വരാറുള്ളത് മൈക്കിൻ്റെ ക്ലാരിറ്റി കുറവായതുകൊണ്ടോ അല്ലെങ്കിൽ അപ്പുറത്തെ ഭാഗത്ത് ക്ലിയർ ആയിട്ട് കേൾക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ കണ്ടിട്ടുണ്ട് ആളുകൾ ഇങ്ങനെ പിടിച്ചിട്ട് വർത്തമാനം പറയും. സോ അതാവശ്യമില്ല. ഇതിന് വളരെയധികം പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് വോയിസ് കോൾസിൽ ചെയ്യാം. സ്പീഡ് ചാർജിങ് ആണ് ഇതിന്. ചാർജ് ചെയ്യാൻ വേണ്ടി അധികം സമയം എടുക്കില്ല. സോ ചാർജിങ് വളരെ സ്പീഡായിട്ട് നടക്കും. പിന്നെ JBL ആപ്ലിക്കേഷൻ വഴി നമുക്ക് ഒത്തിരി നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. നമുക്ക് JBL ആപ്ലിക്കേഷൻ വഴി നമുക്ക് ചെയ്യുമ്പോൾ ഒത്തിരി സൗണ്ട് ഫെസിലിറ്റീസ് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ഇതാണ് മെയിൻലി ഇതിലുള്ളത്. ഇനി നമുക്ക് അൺബോക്സ് ചെയ്യാം. ഇതിൽ നമുക്ക് കൊടുത്തിരിക്കുന്നതനുസരിച്ച് ഒരു യൂണിറ്റ് ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് ഉണ്ട്, ഒരു യൂണിറ്റ് USB Type-C ചാർജിങ് കേബിൾ ഉണ്ട്, 3 യൂണിറ്റ് ഇയർ ടിപ്സ് ഉണ്ട്, അതായത് മറ്റേ നമ്മുടെ റബ്ബർ ഉണ്ടല്ലോ അതുണ്ട് 3 എണ്ണം. ഇനി 1 യൂണിറ്റ് ചാർജിങ് കേസ് ഉണ്ട്, 1 യൂണിറ്റ് ക്വിക്ക് ഗൈഡ് ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ കൂടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി നമുക്ക് ഇത് തുറന്നു നോക്കാം. ആക്ച്വലി ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് തുറന്നു നോക്കാം ഇനി എന്തൊക്കെയാണ്. ഇതാണ് ഇതിൻ്റെ പാക്കിൽ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഇയർബഡ്സ് നമുക്ക് സെപ്പറേറ്റ് ഉണ്ട്. അതായത് വലുതുണ്ട്, ചെറുതുണ്ട്. അതായത് നമുക്ക് സൈസ് ഓരോരുത്തരുടെ ഇയറിൻ്റെ സൈസിനനുസരിച്ച് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വലുതും ചെറുതും തന്നിട്ടുണ്ട്. ഇതാണ് ചാർജിങ് കേസ്. ഇത് നമുക്ക് കേബിളാണ് ഇതിൻ്റെ ചാർജ് ചെയ്യാനുള്ള കേബിൾ, USB കേബിൾ Type-C ആണ്. ഇനി ഇതിൻ്റെ അകത്തുണ്ട് ബഡ്സ്. ഇതിൻ്റെ അകത്ത് ജസ്റ്റ് ഗൈഡ് മാത്രമാണ്. ഇതിൻ്റെ അകത്ത് നമുക്ക് ജസ്റ്റ് ഗൈഡാണുള്ളത്. സേഫ്റ്റി ഇൻസ്ട്രക്ഷൻസ്, വാറണ്ടി കാർഡ് ആൻഡ് ഗൈഡ്. ഇതാണ് സാധനം. ഇത് ചാർജിങ് സോക്കറ്റ്. ഇത് ഓൾറെഡി ഫുൾ ചാർജ് ആയിട്ടാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഇതാണ് സാധനം. ഇതിൻ്റെ ചാർജിങ് സോക്കറ്റ് ഇവിടെയാണ്. അതായത് നമുക്ക്
ഇതിലാണ് ചാർജ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ടൈപ്പ് സി ആയതുകൊണ്ട് ഇപ്പോഴത്തെ നമ്മുടെ എല്ലാ ഫോണുകൾക്കും കാര്യങ്ങളെല്ലാം ടൈപ്പ് സി ആയതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് ചാർജ് ചെയ്യാം. നമ്മളിത് വാങ്ങിയപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മളൊരു കേസും കൂടി ഞാൻ വാങ്ങിയായിരുന്നു. കാരണം ബെറ്റർ അതാണല്ലോ എന്ന് ഓർത്ത്. കാരണം സാധനം നാട്ടിൽ നിന്ന് വരുന്നു, ഇനി പിന്നെ ഇതിൻ്റെ കേസ് തപ്പി അടക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് അതിൻ്റെ കേസ് വാങ്ങി. ഇതാണ് കേസ് ലഭിച്ചത്. നമുക്ക് കേസോട്ട് ഇടാം. ഇനി പെയർ ചെയ്തിട്ട് അതിൻ്റെ ആക്ച്വൽ സൗണ്ടും കാര്യങ്ങളും നോക്കിയിട്ട് ഞാൻ പറയാം. ഓക്കെ, സോ താങ്ക് യു.